സഹോദരൻ ആയിരിക്കാനായിട്ട് ഒരവസരം കൂടി ദൈവം തന്നതിന് വളരെ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഒരു ചെറിയൊരു ചിന്ത തുടങ്ങി കർത്താവിന്റെ ഇങ്ങനെ തുടങ്ങി വെക്കാം എന്ന് ആഗ്രഹിക്കുന്നു. കർത്താവ് മറ്റൊന്നുമല്ല, നമുക്ക് നമ്മള് ഇന്ന് നമുക്കറിയാം, ധാരാളം തിരുവചനങ്ങൾ സമൃദ്ധമായിട്ട് ലഭിക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മുടേത്. എല്ലാ വിധത്തിലും ധാരാളമായിട്ട് തിരുവചനം നമ്മൾ കേൾപ്പാൻ ദൈവം അവസരം നമുക്ക് തന്നുകൊണ്ടിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം അതിനോടുള്ള ബന്ധത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. प्रभु का धन्यवाद हो। प्रभु ने हमको एक अच्छा मौका दिया है। प्रभु ने एक और अवसर दिया प्रभु की उपस्थिति में आने के लिए, खास रीति से ये संगति करने के लिए। आज का वचन को हम जो मनन करने के लिए हम लेंगे लूका का पुस्तक 10:24 से। വായിക്കുന്നു. അനന്തരം ഒരു ന്യായശാസ്ത്രി എഴുന്നേറ്റ്, ഗുരു, ഞാൻ നിത്യജീവൻ അവകാശി ആയിത്തീരുവാൻ എന്ത് ചെയ്യണം എന്ന് അവനെ പരീക്ഷിച്ച് ചോദിച്ചു. അവനോട്, ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചതിന് പിന്നെ അവൻ, നിന്റെ ദൈവമായ കർത്താവിനെ, നമുക്കറിയാൻ താഴേക്ക് ഞാൻ വായിക്കുന്നില്ല, ഞാൻ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ കർത്താവിൽ ശരണപ്പെടുകയാണ്. वहां पर प्रभु के पास एक व्यवस्था पालन करने वाला एक व्यक्ति आकर कहता है, और वो प्रभु का परीक्षा लेने के लिए कोशिश किया और कहता है कि हे गुरु, अनंत जीवन का वारिस होने के लिए हमें क्या करना पड़ेगा करके बोलते समय में प्रभु उसका जवाब देता है कि व्यवस्था में इस विषय में क्या लिखा है और क्या पढ़ते हो। और उसका जवाब में 27 से हम पढ़ते हैं कि वो क्या जवाब दिया करके। നമ്മള് കണ്ടതുപോലെ അവിടെ അതിന്റെ ഒരു പശ്ചാത്തലം കുറച്ച് മുൻപിലേക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിന്റെ പശ്ചാത്തലം എന്ന് വെച്ച് കഴിഞ്ഞാല് കർത്താവ് തന്റെ ശിഷ്യന്മാരെ 70 പേരെ അയക്കുന്നതായിട്ട്, സുവിശേഷത്തോടുള്ള ബന്ധത്തിൽ അയക്കുന്നതായിട്ടും അവര് പോയിട്ട് വളരെ സന്തോഷത്തോടെയൊക്കെ മടങ്ങി വരുന്നതും, എന്നാൽ നിങ്ങളുടെ സന്തോഷം ഇതിലൊന്നും അല്ല, സ്വർഗത്തിൽ നിങ്ങളുടെ പേരെഴുതിയിരിക്കുന്നതിൽ സന്തോഷിപ്പീൻ എന്നൊക്കെ നമുക്ക് അവിടെ കാണാം. तो हम लोग इसका ऊपरी भाग में जब पढ़ते समय में वहां पर हम देखते हैं कि प्रभु की रीति से अपना 70 चेलों को प्रभु ने भेजा, और फिर उनको सेवा में वापस आने के बाद किस रीति से प्रभु उनसे बात करके कहता है कि इस विषय में नहीं जो तुमने किया, बल्कि तुम्हारा नाम स्वर्ग में लिखा है, उस बात पर आनंद करो करके बोलकर प्रभु उनको समझाता है। അപ്പൊ പിന്നെയും നമുക്ക് അവിടെ ആ പശ്ചാത്തലം അത് പൂർണ്ണമാണെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ കർത്താവ് താനും പരിശുദ്ധാത്മാവിൽ സന്തോഷിച്ച് പറയുന്ന കാര്യങ്ങളാണ് നമുക്ക് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ച് നീ ഇത് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് എന്നൊക്കെ നമുക്ക് അവിടെ കാണാൻ കഴിയും. അതിനെ തുടർന്നാണ്, ആ സംസാരങ്ങൾക്ക് ശേഷമാണ് താന് ശിഷ്യന്മാരോട് തിരിഞ്ഞ് അതിന്റെ 23-24 കൂടി ചേർത്ത് വായിക്കാം. तो इसमें वो प्रभु बहुत खुश होता है कि प्रभु यहाँ पर कहता है कि पिता परमेश्वर जो स्वर्गीय पिता है, उसमें मैं बहुत धन्यवाद करता हूँ कि प्रभु ने इस जगत के ज्ञानवानों को, प्रभु ने ये सब बातों को छुपा कर रखा था और समझदारों को छुपा कर रखा, परंतु बालकों को प्रभु ये प्रकट किया। ये सब बोलकर फिर वापस प्रभु वहां पर 23वां वाक्य में आते समय में वहां पर चेलों के साथ वो अकेला बात करने के लिए आता है। അപ്പൊ അതിനകത്തും ഞാൻ അതിനെ നമുക്ക് ചുരുക്കി നോക്കുമ്പോൾ നമുക്ക് അറിവുള്ള ഭാഗമായതുകൊണ്ടും വചനം നമ്മുടെ കയ്യിലുള്ളത് കൊണ്ടും പെട്ടെന്ന് അതിന്റെ ആ ഒരു കാര്യം മാത്രം പറയാം. അവിടെ ഇങ്ങനെ നമുക്ക് 2 കാര്യം പ്രധാനമായിട്ട് കാണാം. ഒന്ന്, 23-24 കാണുന്നത് ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞിട്ട് നിങ്ങൾ കാണുന്ന കണ്ണ് ഭാഗ്യമുള്ളതെന്നും, പിന്നെ നിങ്ങൾ കേൾക്കുന്നത്, അല്ലെ, അനേകർ കേൾപ്പാൻ ഇച്ഛിച്ചിട്ടും അത് കേൾക്കാൻ കഴിഞ്ഞില്ല, എന്നാൽ കേൾക്കുന്ന അതിന്റെ ഭാഗ്യ അവസ്ഥയും അവിടെ പറയുന്നതായിട്ട് കാണാം. तो 23वां वाक्य पढ़ते समय में प्रभु वहां पर चेलों को कहता है कि धन्य है तुम्हारे आंखें, क्योंकि तुम्हें ऐसा बातें को देखने मिला जो बातों को तुमने देखा। तो वहां पर प्रभु उनको
धन्य है तुम्हारे आंखें करके बोलता है। और फिर 24वां वाक्य में पढ़ते समय में कि जो बातें तुम सुन रहे हो तुमको ये भाग्य मिला है करके, क्योंकि बहुत भविष्यवक्ताओं को ये अवसर नहीं मिला जो तुमको मिला। तो उसका आंखों को और कानों के विषय में प्रभु चेलों को कहता है कि तुम लोग धन्य हो क्योंकि तुम आंखों से देख पा रहे हो और मेरा वचन को कानों से सुन पा रहे हो। അപ്പോ കാണുകയും കേൾക്കുന്നതിന്റെയും പ്രാധാന്യത്തെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അവിടെ ഒരു ന്യായശാസ്ത്രി കയറി വരുന്നതും തന്റെ കർത്താവിനോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് അതിനുള്ള ഉത്തരമായിട്ടാണ് കർത്താവ് നീ എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിക്കുന്നത്. तो वहां पर प्रभु आंखों के बारे में और सुनने के बारे में इस रीति से बोलते समय में वाक्य 25 में वहां पर एक व्यवस्थापक अधिकारी आके प्रभु से इस विषय में परीक्षा के लेकर आके पूछता है और अनंत काल के जीवन के बारे में पूछता है। उसके विषय में प्रभु क्या जवाब दिया कि इस विषय में व्यवस्था में तुम क्या कैसे पढ़ते हो। അപ്പോ നമുക്ക് അവിടെ ഒരു 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 പ്രത്യേക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവെഴുത്തുകൾ ഇപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമുക്കും ആ ഒരു അതിന്റെ ഒരു ആത്മീയ വശത്ത് കൂടി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ധാരാളമായിട്ട് തിരുവചനത്തിന്റെ സമൃദ്ധിയുണ്ട്. നമ്മുടെ കൈകളിൽ തിരുവെഴുത്ത് ലഭിച്ചിട്ടുണ്ട്. പല വിധത്തിലുള്ള ബൈബിള് നമുക്ക് കയ്യിലുണ്ട്. ഏതെല്ലാം വ്യാഖ്യാനങ്ങളും അതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിസമൃദ്ധിയുടെ സമയമാണിതെല്ലാം. आज हम लोग हमारा अवस्था को देखा जाए तो खास रीति से वचन को जो हमें जिस रीति से उपलब्ध है उस अवस्थे को देखा जाए तो हम लोग को प्रभु ने वचन बहुत ही भंडारता से और भर भर के प्रभु ने अपना वचन को हमें दिया है। हमें बाइबल को ही लिखा हुआ बाइबल को अगर हम लिखा जाए तो अलग अलग परिभाषाओं में है, अलग अलग रीति से, अलग अलग अर्थ को समझने वाला, अलग अलग ट्रांसलेशन, ये सब बातों को बहुत से रीति का लिखा हुआ वचन आज हमारे पास है। इसके वजह से ज्ञान बहुत भंडारता में है। അത് ഞാൻ ഇതിന്റെ ഒരു പശ്ചാത്തലം അതല്ലെങ്കിൽ ബൈബിളിന്റെ ഒരു നമുക്കറിയാം തിരുവെഴുത്തുകളിൽ ഇന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ എനിക്ക് മലയാളം മാത്രം അറിയാൻ പാടില്ല. അപ്പൊ മലയാളം ബൈബിള് കൈകളിൽ ഇന്ന് സുലഭമായി ലഭിച്ചതിനോടുള്ള ബന്ധത്തിൽ അതിന്റെ പശ്ചാത്തലം നോക്കിക്കഴിഞ്ഞാൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. അവിടെ നമുക്കറിയാം ഒരുപക്ഷെ ക്രൈസ്തവരല്ലാത്തവരാണ് അതിനകത്ത് നല്ലൊരു പങ്ക് വഹിച്ചതായിട്ട് കാണാൻ കഴിയും. और हम लोग मलयालम का बैकग्राउंड जो बाइबल जो प्रभु का दास जो पढ़ रहा है वो मलयालम परिभाषा में पढ़ रहा है। और मलयालम परिभाषा का जो परिभाषा जो आया है, हम देखते हैं अगर इतिहास को हम देखा जाए तो ये शायद बहुत लोगों को मालूम भी नहीं रहेगा। इससे बहुत सारे अन्य जाति लोग थे जो इसमें कष्ट उठाया था। അപ്പം ഞാനിത് പറയാൻ കാരണം ഈ ഒരു ഭാഗം ഞാൻ അതുകൊണ്ടാണ് എന്നത് അതിലേക്ക് അങ്ങനെ. അപ്പൊ ഇതിന്റെ CMS പ്രസ്ഥാനത്തിന്റെ ഒരു സ്ഥാപകനായിട്ട് ബെഞ്ചമിൻ ബെയ്ലിയെ കുറിച്ച് നമുക്ക് പലർക്കും അറിയാവുന്നതാണ്. ബെഞ്ചമിൻ ബെയ്ലി എന്നുള്ളത് ആ ഒരു ദൈവദാസനാണ്, ആ ഒരു മിഷണറിയാണ്. ഫസ്റ്റിലെന്ന് പറയാൻ പറ്റില്ല, ആദ്യം അതിനോടുള്ള ബന്ധത്തിൽ ഒരു മറ്റൊരു ഒരു ഒരു കത്തോലിക്ക വിഭാഗത്തിലുള്ള ഒരു കായംകുളത്തുകാരൻ, ഒരു ഫിലിപ്പോസ് റമ്പാൻ എന്ന് പറഞ്ഞൊരു അദ്ദേഹം ഒരു മലയാളം ബൈബിൾ ആദ്യം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തിട്ടുണ്ടായിരുന്നു. ऐसा माना जाता है कि विलियम तब्बान करके नाम का एक व्यक्ति था जो सबसे पहला बाइबल का परिभाषा किया था बहुत साल पहले। അപ്പൊ ഈ फिलिपोस तब्बान, सॉरी। കായംകുളത്തുകാരനാണ് ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു റമ്പാൻ ആണ് ആദ്യത്തെ ചെയ്തത്. പക്ഷെ അത് അന്നത്തെ മലയാള ഇതായിട്ട് പലർക്കും അത് ഗ്രഹിക്കാൻ പ്രയാസമുള്ള, ഇന്നത്തെ പോലെ ശുദ്ധി വന്ന ഒരു മലയാളം ആയിരുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ അതൊരു ആർക്കും യോഗ്യമായിട്ട് തോന്നിയില്ല. तो ये फिलिपोस रब्बान नाम का एक व्यक्ति जो केरला में रहता है, जिसने था पहले बार इंग्लिश का जो बाइबल को मलयालम भाषा में परिभाषा किया था। परंतु उस समय में जिस रीति से मलयालम भाषा बोला जाता था उस रीति से नहीं था वो लिखा गया था, इसलिए मलयालम बाइबल बहुत से लोगों को पकड़ा नहीं, लोगों को जमा नहीं।
എന്നാൽ അതേ സമയത്താണ് അതിനെ തുടർന്നാണ് ബെഞ്ചമിൻ ബെയ്ലി രംഗത്തേക്ക് വരികയും മിഷണറി ആയിട്ട് വന്ന അദ്ദേഹം മലയാളത്തിലേക്ക് അച്ചൂടം അതല്ലെങ്കിൽ ഒരു പ്രസ്സിനോടുള്ള ബന്ധത്തിൽ അക്ഷരങ്ങളൊക്കെ നിർമ്മിച്ചെടുക്കാനും അവിടെ ആ കോട്ടയത്ത് നമുക്കറിയാം അവിടെ ആ പരിസരത്തൊക്കെ അതിൻ്റെയൊക്കെ അങ്ങനെ അവിടെ താൻ അധ്വാനിച്ച് തന്നോട് ചേർന്ന് മൂന്ന് വ്യക്തികൾ തന്നോട് ചേർന്ന് താൻ സംഘടിപ്പിച്ച് എന്ന് വേണേൽ പറയാം. താൻ മൂന്ന് വ്യക്തികളും കൂടി ചേർത്ത് നിർത്തിയിട്ടാണ് ഈ പരിഭാഷയുടെ ആദ്യ പരിഭാഷ മലയാളം ഇന്ന് ഉപയോഗിക്കുന്ന നിലവാരത്തിലേക്കുള്ള ഒരു ഇതിലേക്ക് ആദ്യത്തെ ബൈബിള് നമുക്ക് ലഭിക്കാനിടയായത്. उसके कुछ समय पश्चात के बाद हम देखते हैं कि विलियम बेली नाम का व्यक्ति था जो आगे चलकर बाइबल का परिभाषा किया। उसका इतिहास को देखा जाए तो उसके समय में था प्रिंटिंग प्रेस जो भाई लेकर आया था, जिसके वजह से उसने अक्षरों को प्रिंटिंग प्रेस में मलयालम अक्षर का उत्पन्न उसने बनाया ताकि मलयालम भाषा में प्रिंट हो सके। और उसने बहुत कष्ट मेहनत किया और उसके साथ 3 लोगों ने मदद किया था ये सब बातों को बनाने के लिए। और आज के समय का जो मलयालम बाइबल जो है उस परिभाषा का अर्थ तक लाने के लिए जो नींव डाला था ये भाई ने। അതിന് ആ 3 പേരിൽ ഒരാളൊരു യഹൂദനായിരുന്നു. അയാളുടെ പേര് ഈസാർപതി എന്നുള്ള ഒരു കൊച്ചിക്കാരനായിരുന്നു. അന്ന് കൊച്ചിയിൽ താമസിച്ചിരുന്ന ഒരാളും. രണ്ടാമത്തെ ഒരാൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈദ്യനാഥ അയ്യർ എന്ന് പറഞ്ഞിട്ട് ഒരു സംസ്കൃത പണ്ഡിതനായിരുന്നു. उसमें से जो वो 3 लोग जो मदद करने आए थे उसमें से एक यहूदी था। एक हम जानते हैं कि कुछ सालों पहले बहुत से यहूदी लोग थे जो केरला में बसते थे। उसमें से एक यहूदी था जो बाइबल मलयालम परिभाषा में ट्रांसलेट करने आया था। और एक दूसरा एक ऐसा संस्कृत का पंडित था, वेद पंडित था, जो संस्कृत भाषा को अच्छी तरह से जानता था। उसने भी मदद किया था मलयालम में बाइबल को भाषांतर करने के लिए। മൂന്നാമത് ഒരു ചാത്തുമേനോൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു. അദ്ദേഹം മലയാളത്തിലും ഇംഗ്ലീഷിലും കന്നഡയിലും സംസ്കൃതത്തിലും ഒക്കെ മഹാപണ്ഡിതനായിരുന്നു. और तीसरा एक व्यक्ति था जो ചാത്തുമേനോൻ कादुम ചാത്തുമേനോൻ मेनन करके भाई है, जिसने अलग अलग भाषाओं में अंग्रेजी कन्नड़ा में 2-3 भाषाओं में बहुत बड़े वेद पंडित और ज्ञानी था। इस तरह 3 प्रकार के ज्ञानी लोग मिलकर थे बाइबल परिभाषा करने के लिए, मदद करने के लिए आए थे। ഇതിനൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ഞാനിത് പറയാൻ കാര്യം. അതായത് ഈ ചാത്തുമേനോൻ എന്ന് പറഞ്ഞ അദ്ദേഹം ഭയങ്കര അവരുടെ ഹൈന്ദവ മതഭക്തനൊക്കെ ആയിരുന്നു. പുള്ളി പണ്ഡിതനായിരിക്കുമ്പോ തന്നെ ഈ പല ഭാഷ പണ്ഡിതനൊക്കെ ആയിരിക്കുമ്പോ തന്നെ അയാൾ നല്ലൊരു ഭക്തനും കൂടി ആയിരുന്നു. അപ്പൊ ഇതിന്റെ വിവർത്തനം നടന്നുകൊണ്ടിരിക്കുമ്പോ ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം കുളിച്ച് ശുദ്ധി വന്ന് മുഴങ്കാലിൽ ഇരുന്ന് ആദ്യം അവരുടെ ദേവിയെ അവരുടെ അക്ഷരത്തിന്റെ ഇതൊക്കെ പറഞ്ഞാൽ അവരെ ഒരു സരസ്വതി എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരത്തിനെയൊക്കെയാണ്. അപ്പൊ ഇവരെയൊക്കെ സ്തുതിച്ചുകൊണ്ടൊക്കെയാണ് ഇത് വിവർത്തനം ചെയ്യാൻ തുടങ്ങിയത്. तो ये जो तीसरा व्यक्ति जो बेनन करके था, जो परिभाषा करने आता था, वो हिंदू धर्म से था और वो परिभाषा करने आता था। तो उसको मालूम था कि एक पवित्र ग्रंथ का भाषांतर किया जाता है, इसलिए वो हमेशा उसके रीत के रिवाज के हिसाब से जो उसका धर्म ने उसको सिखाया है, हमेशा शुद्धि कर नहा धोकर आकर और घुटने में आकर और बैठकर तर्जुमा करने के लिए बैठता था। അപ്പൊ തർജിമ ചെയ്ത് ഇങ്ങനെ പദങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഇങ്ങനെ കടന്നു പോന്നുകൊണ്ടിരിക്കുമ്പോ കൊലോസി ലേഖനത്തിലെത്തി. तो इस रीति से जब वो तर्जुमा करते जा रहा था, करते करते लिखते लिखते और सब वचनों को जोड़ते जोड़ते समय में वो कोलोसे का पुस्तक में आया। അപ്പൊ കൊളോസ്യരില് വരെ എത്തിയപ്പോഴേക്കും അദ്ദേഹം ഒരു കാര്യം അപ്പോഴേക്കും തനിക്ക് അത്രയും വരെയും തർജ്ജിമ ചെയ്തതിനിടയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. യേശു ക്രിസ്തു ഒരു സാധാരണ മനുഷ്യനല്ല, യേശു ക്രിസ്തു ഒരു ദേവനാണെന്ന് പുള്ളിക്ക് തോന്നി. तो कोलोसों का पुस्तक तक जब वो तर्जुमा करते समय में उसके पहले तक वो जितना भी उसने ट्रांसलेशन किया, तर्जुमा किया, उसमें एक बात समझ में आया कि यहाँ पर इस ग्रंथ में यीशु मसीह के बारे में बोला जा रहा है, जो वो एक सामान्य मनुष्य नहीं बल्कि वो परमेश्वर है करके। എന്നാല് കൊലോസ്യ ലേഖനത്തിന്റെ പരിഭാഷ താൻ തുടർന്ന സമയത്ത് അതിന്റെ അവിടെ
ആ അതിന്റെ അവിടെ നമുക്കറിയാം കൊലോസ്യ ലേഖനത്തിനെ കുറിച്ച് പറയുമ്പോൾ കൊലോസ്യ ലേഖനം അപ്പോസ്തലനായ പൗലോസ് എഴുതുന്നതിന് പ്രത്യേക ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഉപദേശപരമായ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ആ ഉപദേശപരമായ ചില വിഷയങ്ങൾക്ക് ഉത്തരം കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ സംശയം നിവാരണം നടത്തണം. അവർക്ക് യേശുക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് ഗ്രഹിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം അതിനകത്തുണ്ടായിരുന്നു. हम फिर कोलोसे का पुस्तक जब वो परिभाषा करने जा रहा था, तब वहां पर हम जानते हैं कि कोलोसे का पुस्तक किस रीति से पौलुस जब वहां पर कोलोसे का पुस्तक जब वह उन दिनों में उनके समय में जब लिखते समय में कोलोसे मंडली में बहुत सारे यीशु मसीह का व्यक्तित्व के बारे में बहुत उनको संदेह था। इसलिए ये बात को समझाने के लिए कोलोसे का पुस्तक खास रीति से लिखा जा रहा है कि बताने के लिए यीशु मसीह वास्तव में कौन है और किस रीति से हमें यीशु को समझना है करके। അപ്പോൾ യേശുക്രിസ്തുവിന് ഒരു ഒരു യേശുക്രിസ്തുവിന്റെ മനുഷ്യത്വത്തെ കുറിച്ചൊക്കെ വളരെ സംശയങ്ങളും, അതല്ലെങ്കിൽ അവനൊരു ശരീരം ഒരു ശരീരം ഉണ്ടായിരുന്നു എന്ന് പോലും പലർക്കും സംശയം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് കൊലോസ്യരുടെ വിഷയം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പൗലോസ് അപ്പോസ്തലൻ അതിന്റെ എല്ലാം ഉത്തരമായിട്ട് ഇത് എഴുതുന്നത്. तो कोलोसे उस समय में कोलोसे लोगों के अंदर सबसे बड़ा संदेह आया कि यीशु जो कह रहा है कि मनुष्य रूप लेकर आया, क्या वास्तव में यीशु मनुष्य रूप लेकर आया क्या? ऐसा कोई है क्या? अगर यीशु आया है तो क्या शरीर में लेकर आया क्या? तो इस रीति से उनका शरीर में आया हुआ अस्तित्व को संदेह कर रहे थे। ऐसे परिस्थिति में संदेह में था पौलुस, कोलोसे लोगों को उनको प्रभु के बारे में लिख रहा था। അതിന്റെ നമുക്കറിയാം കൊലോസ്യ ലേഖനത്തിന്റെ ഈ ചാത്തുമേനോൻ ഇത് തർജ്ജമ ചെയ്യുമ്പോ അതിന്റെ 1:15 മുതലൊക്കെ ആ ഭാഗങ്ങൾ വന്നപ്പോ തന്നെ സംബന്ധിച്ചിടത്തോളം തനിക്ക് അതൊരു വലിയൊരു തന്റെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതകരമായ ഒരു വെളിപ്പാടിലേക്കും നടത്തുവാനിടയായി തീർന്നു. तो जब ये चातुर्मेनन नाम का जो तीसरा व्यक्ति जो इस भाषा मलयालम में परिभाषा करने के लिए जो कर रहा था, वो जब कोलोसे को पुस्तक से लिखते समय में खास रीति से 1:15 जब वाक्य पढ़ते समय में उसने जो भाषा पढ़ा, उसको वो वाक्य पढ़कर बहुत बड़ा प्रभु का वहां पर प्रकटीकरण उसको मिल रहा था विषय की बातों में। അപ്പൊ നമുക്ക് അവിടെ കാണാം അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വസൃഷ്ടിക്കും ആദ്യജാതനും ആദ്യജാതനുമാവുന്ന സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളാകട്ടെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ, ഇങ്ങനെ ആ യേശുക്രിസ്തുവിനെ അവിടെ അങ്ങ് വരച്ചിടുന്ന ആ തിരുവെഴുത്തുകൾ തന്നിലും വലിയ രൂപാന്തരം ഉണ്ടാക്കുവാനിടയായി തീർന്നു. तो वहां पर जब इस रीति से जब वो पढ़ा कोलोसे 1:15 में कि वो तो अदृश्य परमेश्वर का प्रतिरूप है और सारी सृष्टियों में पहलौटा है, क्योंकि उसी में से सारे वस्तुओं का सृष्टि हुआ, स्वर्ग हो या पृथ्वी, देखी या अनदेखी, सिंहासन या प्रभुताएं या प्रधानताएं या अधिकार, ये सारे वस्तुएं सब उसी के द्वारा आया। तो ये सब बातें जब वो ये भागों को जब वो बाइबल को पढ़ते समय में परिभाषा करने के लिए जब वो पढ़ रहा था, उसके जीवन में ही बहुत बड़ा परिवर्तन आया और उसी को बहुत बड़ा ज्ञान यीशु कौन है करके, यीशु का व्यक्तित्व किस रीति से है और वो उनका मनुष्यत्व भी किस रीति से है करके उसका ज्ञान ये मेनोन को मिलने लगा। ഇതിന്റെ തുടർന്ന് താൻ കർത്താവിനെ കുറിച്ചുള്ള തന്റെ അതുവരെ ഉണ്ടായിരുന്ന ദേവന്മാരിൽ ഒരു ദേവൻ എന്നുള്ളതും, തനിക്ക് അനേക ദേവന്മാരൊക്കെ ഉണ്ടായിരുന്നു, ആ ദേവന്മാരിൽ ഒരു ദേവനെന്നും അതല്ലെങ്കിൽ ദേവന്മാരിൽ കുറെ പല അങ്ങനെയുള്ള ആ തുലനാവസ്ഥകൾ അല്ലെങ്കിൽ മറ്റ് പലതിനോട് ചേർത്ത് ഒരാളെന്നുള്ള നില ഒക്കെ മാറിയിട്ട് ദൈവത്തിന്റെ ആ വാക്കുകളുടെയൊക്കെ അതിന്റെ ആഴങ്ങളിലേക്ക് താൻ ഇറങ്ങിച്ചെല്ലാനും, അപ്പോ ദൈവത്തിന്റെ സത്യദൈവവും അതല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രതിമ എന്നുള്ളതിനേക്കാൾ നമുക്ക് അതിനെ കുറിച്ചൊക്കെ സഹോദരന്മാരെന്ന് എല്ലാവർക്കും തന്നെ ധാരാളം കേട്ടിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഞാൻ അതിന്റെ ആ ഒരു നമുക്ക് ലഭിച്ച ആ വചനത്തിന്റെ ആ വചനം ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് അതിനുവേണ്ടി ദൈവം ഉപയോഗിച്ച അങ്ങനെയുള്ള ചിലരെ കുറിച്ചും ഒപ്പം തന്നെ ആ രീതിയിൽ ആണ് ഇന്ന് നമ്മുടെ കൈകളിൽ ഈ വചനം കിട്ടിയതെന്നുള്ളതും ഒന്ന് തിരിഞ്ഞു നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറയാനിടയായി തീർന്നത്. तो मैं कहने का तो वो व्यक्ति उस समय में जब मेनोन जो लिखते समय में वो वास्तव में हिंदू धर्म से था
और उसी की वो जिस धर्म से आते समय में उसके उसके जीवन में करोड़ों करोड़ों ईश्वर देवताएं और मूर्तियां थी जिसको वो सेवा करता था, विश्वास करता था। परंतु ये सब वाक्य पढ़ते समय में उसको इस विषय का गहराई में वो समझने लगा कि वास्तव में परमेश्वर बोलते समय में, ईश्वर बोलते समय में क्या है कि वो सिर्फ परमेश्वर का रूप है करके जो मूर्ति में सीमित होता है उस रीति का बात नहीं, बल्कि वो प्रतिरूप है करके इस विषय में वो आया। तो इस रीति से वो प्रभु के बारे में असलियत असली असली ईश्वर कौन है, जो सच्चा ईश्वर कौन है, परमेश्वर कौन है का पहचान में वो आ रहा था। तो मैं बस इसलिए इसलिए मैं बता रहा हूँ कि क्यों इस रीति से मलयालम बाइबल लिखते समय में उसका पीछे का बैकग्राउंड क्या है, ताकि आप लोग समझ सके। അപ്പോൾ താൻ അതേ തുടർന്ന് താൻ ആ, ഏ, ഏ, ബെൻവേലിയുടെ കൈക്ക് സ്നാനമേൽക്കാനും അതുപോലെ തന്നെ താൻ ഒരു പുതിയ നാമം ചാത്തുമേനോൻ എന്നുള്ളത് മാറിയിട്ട് ജോസഫ് എന്നുള്ള നാമത്തിൽ താൻ അന്ന് തുടങ്ങി അറിയപ്പെടാനും തന്റെ കുടുംബ ആ, ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്നും നമുക്കൊക്കെ അറിയാം ഈ പിള്ള എന്നുള്ളൊരു കൂട്ടർ ക്രിസ്തീയ വിഭാഗത്തിലുള്ള പിള്ളകളെ കാണാം. നമുക്ക് ഈ പിള്ളകളെല്ലാം തന്റെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ അനേകര് പിൽക്കാലത്ത് തന്റെ പിൻതലമുറക്കാരും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ വന്നവരാണ്. പിള്ളകൾ, ചാണ്ടപ്പിള്ള, അങ്ങനെ ഇങ്ങനെയൊക്കെ നമുക്കറിയാൻ പറ്റും. ഒരുപാട് പിള്ളകളുണ്ട്, ചാക്കോ പിള്ള, അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഈ ഒരു വിഭാഗം തന്നെ അല്ലെ അനേകര് അങ്ങനെ വരുവാൻ ഒരു മുഖാന്തരമായി തീർന്ന ഒരു ചരിത്രം നമ്മുടെ ഈ ഈ തിരുവെഴുത്തുകളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. और फिर आगे चलकर इस व्यक्ति का प्रभु को पहचान पाया और वो समझ पाया कि यीशु मसीह ही सच्चा प्रभु है, जिसकी वजह से वो प्रभु को उद्धार करता और प्रभु करके स्वीकार कर नया जन्म का अनुभव में पहुंचा और वो बपतिस्मा लिया। और उस समय में था वो अपना नाम बदलकर यूसिफीन करके एक विश्वासी नाम में वो पहचाना गया, जिसके और उसके आगे चलकर उसका पीढ़िया भी प्रभु के लिए एक बहुत बड़ा जो है मुख्य अब भूमिका वो लोग ने किया केरला में सुसमाचार बांटने के लिए। इस तरह उसका सारा वंश आगे चलकर पीढ़ी पर चला, वो इस्तेमाल हुआ प्रभु के सेवा के लिए। അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം അതിന് ലൂക്കോസിന്റെ നമ്മൾ തുടക്കത്തിൽ വായിച്ചതുപോലെ ആ ന്യായശാസ്ത്രിയുടെ കൈകളിൽ തിരുവെഴുത്തുകളെ കുറിച്ച് നല്ല ജ്ഞാനമുള്ള ആളായിരുന്നു അദ്ദേഹം. അതല്ലെങ്കിൽ വളരെ പാണ്ഡിത്യമുള്ളവരാണ് അവരെല്ലാവരും. അപ്പോ तो वापस हम लोग हमारे मुख्य अध्याय में आते समय में जो लूका 10 का 25 में हम पढ़े थे, यहाँ पर एक ऐसा व्यवस्था पालन करने वाला व्यक्ति था। ये एक ऐसा व्यक्ति है जिसने व्यवस्था को अच्छी तरह से निचोड़ कर समझा हुआ, सही रीति से व्यवस्था में क्या क्या बातें लिखा है जानने जानने वाला व्यक्ति था, बहुत ज्ञानी था वो। അപ്പൊ അവനോട് കർത്താവ് ചോദിക്കണം, അവിടെ നീ ന്യായപ്രമാണത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എങ്ങനെ വായിക്കുന്നു എന്നാ ചോദിക്കണേ. वहां पर प्रभु उस व्यक्ति को ये कहता है कि व्यवस्था में क्या लिखा है और तू कैसे पढ़ता है। ഇന്നും ഈ ഒരു ചോദ്യത്തിന് വളരെ പ്രസക്തി ഉള്ളതായിട്ട് എനിക്ക് തോന്നി. ഞാൻ അതുകൊണ്ടിട്ടാണ് ആ ഒരു കാര്യം ഒന്ന് അതിന്റെ ഒരു ഗൗരവത്തിലേക്കൊന്ന് വരാൻ വേണ്ടി മാത്രമാണ് നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് നമ്മുടെ കൈകളിൽ ലഭിച്ചേക്കണതിന്റെ പിന്നാമ്പുറത്തിലേക്ക് ഒന്ന് എത്തി നോക്കാൻ ശ്രമിച്ചത്. आज भी इस वाक्य का बहुत ही मूल्यता है कि भले तो हम पढ़ते तो है, परंतु हम इसे किस रीति से पढ़ते हैं ये समझना जरूरी है। तो उस मूल्यता को समझने के लिए है ये विषय मैंने लिया। അപ്പൊ നമുക്കിത് എങ്ങനെ വായിക്കുന്നു എന്ന് ചോദിച്ചാൽ യുക്തിപരമായിട്ട് അതിന് നമുക്ക് എന്തുത്തരം പറയും? കർത്താവ് എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചു, അല്ലെ എന്താണ് കർത്താവ് അതിന്റെ പിന്നിൽ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ഗൗരവമായിട്ട് നാം മനസ്സിലാക്കേണ്ടുന്ന കാര്യം തന്നെയാണ്. तो इसके लिए प्रभु प्रभु जो पूछते समय में ऐसा नहीं पूछा तू तो पढ़ रहा है, ऐसा नहीं पूछा, बल्कि कैसा पढ़ता है। तो इसीलिए आज भी प्रभु जब हमको इस विषय पे पूछते समय में हम बाइबल को कैसे पढ़ते हैं करके इसका जवाब कैसा हम लोग देंगे। അവിടെ നമുക്കറിയാം, ഇപ്പൊ നമ്മള് പറഞ്ഞ ആ ചരിത്ര സംഭവമായിട്ടുള്ള ചാത്തുമേനോന്റെ കാര്യം നോക്കുമ്പോൾ തന്നെ ചാത്തുമേനൻ രക്ഷിക്കപ്പെട്ട ആളൊന്നും ആയിരുന്നില്ല. പക്ഷെ ഇവിടെ കർത്താവ് ന്യായശാസ്ത്രനോട് പറയുമ്പോ അവൻ അതെല്ലാം അറിയുന്നവനും പരിചയസമ്പന്നനും തിരുവെഴുത്തുകളെ കൈകാര്യം ചെയ്യുന്നവനുമാണ്. तो हमने थोड़ी देर पहले मैंने वो मलयालम बाइबल लिखने वाले व्यक्ति का चातुर मेनन का थोड़ा इतिहास मैंने बताया, वो किस तरीके से उद्धार पे आया। परंतु बाइबल का जब वो परिभाषा कर रहा था उस समय में वो उद्धार में नहीं था। जब
नए नए आते समय में उसको कोई ज्ञान नहीं था, वो इस विषय में अनजान था। परंतु ये व्यक्ति जो प्रमाणी, जो व्यवस्था पालन करने वाला व्यक्ति, ये यहाँ पर जो आया है, ये कौन है? बहुत ज्ञानी है और व्यवस्था को अच्छे से वो समझता है, जानता है, उसको अनुभव करने वाला व्यक्ति है। तो भी इसको प्रभु का पहचान और वचन का पहचान नहीं था। അപ്പോൾ നമുക്ക് ഞാൻ കൂടുതൽ ഇതിലേക്ക് പോകുന്നില്ല, തുടർന്ന് ദേവദാസൻ സംസാരിക്കും. ഞാൻ ആ ഒരു ചിന്ത, അതായത് നാം എങ്ങനെ വായിക്കുന്നു എന്നുള്ളതിനോടുള്ള ബന്ധത്തിൽ നാം എന്തുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കണ്ണുകൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ഗ്രഹിക്കുന്നത്, അതല്ലെങ്കിൽ നാം ഇത് മനസ്സിലാക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം. तो इसीलिए जब ये सवाल पूछते समय में हम इसे कैसे पढ़ते हैं करके बोलते समय में हम हमारा दिमाग तो लगा सकते हैं, भले ही हमने इसे आंखों से हमने देखा और फिर उसके बारे में सुना, ये सब हम लोग जवाब देते हैं। അന്നൊരു പക്ഷെ കർത്താവ് പറയുന്ന സമയത്ത് അവര് അവിടുത്തെ എഴുത്തുകൾ വെച്ച് നോക്കുന്നത് പോലെ അല്ലായിരിക്കാം. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഇടത്തു നിന്ന് വലത്തോട്ടാണ് എഴുതിയിരിക്കണം, അപ്പൊ നമ്മൾ അത് വായിക്കുന്നതും അങ്ങനെയൊക്കെ തന്നെയാ. എന്നാൽ ഇവിടെ അവിടെ അതിന്റെ ഉദ്ദേശം, അതായത് നമുക്ക് ലഭിച്ച ഈ തിരുവെഴുത്തുകൾ ഏതൊരു ഭാഗം, അതല്ലെങ്കിൽ നമുക്ക് അതിന്റെ ആത്മസഹായത്തോടെ നമ്മൾ ബുദ്ധി കൊണ്ട്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഞാൻ ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കും, ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കും. तो इसके लिए ये वाक्य को उस समय में किस रीति से लिखा गया था, अभी उस समय में ये व्यक्ति को जो वचन पढ़ने के लिए भले ही ज्यादा ऐसा मौका नहीं था जैसा आज हमको है, लेकिन फिर भी वो व्यक्ति बाइबल पढ़ा है। परंतु यहाँ पर विषय ये है, व्यवस्था को पढ़ा है, यहाँ पर विषय ये है कि किस रीति से हम इसको समझते हैं, पहचान पाते हैं। जैसा पौलुस कहते समय में कहता है कि मैं ज्ञान से भी प्रार्थना करता हूँ, आत्मा से भी प्रार्थना करता हूँ। तो हम इसे कैसा समझते हैं, ये हमें देखना है। ഇന്ന് നമുക്കറിയാം, തിരുവെഴുത്തുകളിൽ കർത്താവ് തന്നെ പറയുന്നത്, തിരുവെഴുത്തുകളിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരേണ്ടതിന് നിങ്ങൾക്ക് മനസ്സില്ല. आज भी हम बाइबल पढ़ते समय में हम जानते हैं, जैसे यीशु ने कहा कि तुम जानते हो और देखते हो कि वचन में अनंत काल का जीवन के विषय में लिखा है, परंतु प्राप्त करने के लिए तुम लोग मेरे पास नहीं आते। എന്നാൽ നമുക്ക് കർത്താവിൽ തന്നെ ശരണം പ്രാപിച്ച് നമുക്ക് നമുക്ക് നൽകപ്പെട്ട നമുക്ക് സകല സത്യത്തിൽ നമ്മളെ വഴി നടത്താൻ നൽകി തന്ന ആ ദൈവാത്മാവിന്റെ ആ സമ്പൂർണ്ണ സഹായം നമുക്ക് ആവശ്യമാണെന്ന് അറിഞ്ഞ്, നമ്മൾ ആത്മാവിന്റെ സഹായത്താൽ നമുക്ക് തിരുവെഴുത്തുകളെ നമ്മളെ കർത്താവ് നല്ല ഗുരുവായിട്ട് പഠിപ്പിക്കേണ്ടതിന് നമുക്ക് അവനിൽ ആശ്രയിക്കാം. നമുക്ക് फिर इसलिए प्रियो, हम लोग आए प्रभु की उपस्थिति में, हम लोग अपने आप को समर्पण करें कि सही रीति से वचन का जो सही ज्ञान है और आत्मा का मदद के लिए हम अपने आप को समर्पण करें, ताकि आत्मा के मदद से हम वचन को सही रीति से हम समझ सके। അപ്പോൾ നമുക്ക് ഈ ഞാൻ വളരെ ലളിതമായിട്ട് പറഞ്ഞ അനേകര് കേൾക്കുന്നു, അനേകര് കാണുന്നു, അതല്ലെങ്കിൽ നമ്മുടെ കയ്യില് തിരുവെഴുത്തുകൾ ഉണ്ട്, എന്നാൽ നാം എങ്ങനെ വായിക്കുന്നു എന്ന് ഒക്കെയും നമ്മളവിടെ ചില ചോദ്യങ്ങൾ അവശേഷിച്ചുകൊണ്ട് തന്നെ ആ ചോദ്യങ്ങൾ ഇരിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന്, നമുക്ക് നൽകപ്പെട്ട ഒരു ആത്മാവിനാൽ, നാം ആത്മസഹായത്താൽ തിരുവെഴുത്തുകളെ നാം ഗ്രഹിക്കാൻ നമുക്ക് കർത്താവിൽ ശരണം പ്രാപിക്കാം. ഞാൻ എൻ്റെ വാക്കുകൾ ഞാൻ അവിടെ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് തുടർന്ന് കർത്താവിന്റെ ദാസൻ എന്നിന്റെ സംസാരങ്ങൾ തുടരും. तो इसके लिए प्रियो, हम देखते हैं हम लोग किस कैसा अवस्था में है। क्या हम लोग उन लोगों के समान है क्या जो सिर्फ वचन को अपने आंखों से देखते हैं, या उन लोगों के समान है क्या जो सिर्फ कुछ बातें उन लोग सुनते आए हैं। तो जब प्रभु हमको ये विषय पूछते समय में कि सचमुच कि हम इस बाइबल को कैसा पढ़ते हैं, तो आओ हम प्रभु की उपस्थिति में समर्पण करके इस सवाल का जवाब में हम ये बात को समझे कि हम ये किस रीति से पढ़ सकते हैं, बस आत्मा की मदद से। क्योंकि आत्मा के सहायता में है हम ये वचन पढ़कर, समझकर, ग्रहण कर उसके अनुशासन में, उसके अनुसार हम चल सकते हैं। प्रभु हमें सहायता करे कि उस अच्छा पवित्र आत्मा का नियंत्रण में रहकर हम वचन का अभ्यास करें। നമ്മൾ ഈ ദിവസങ്ങളൊക്കെ കേൾക്കുന്നത് പോലെ വചനത്തിന്റെ അക്ഷരമായിട്ട്, അല്ല, ആ വചനത്തിന്റെ യാഥാർത്ഥ്യമാകുന്ന ആ വചനത്തിലൂടെ എഴുതപ്പെടാത്ത കർത്താവിനെ ആ വ്യക്തിയെ നമുക്ക് സ്പർശിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.
इसके लिए आओ हम लोग उस वचन पर आश्रय करें जो इन दिनों में हम लोग प्रभु के वचन की ओर देख रहे हैं। ये वचन सिर्फ लिखा हुआ प्रभु लिखे हुए बातों में नहीं, बल्कि वो आत्मा हमें उस प्रभु की ओर लेके जाता है जिसके बहुत से बातें लिखा भी नहीं है। उस आत्मा की मदद से हम लोग प्रभु को और गहराई से हम समझे। സഹോദരന്മാരെ നമുക്ക് വീണ്ടും ആ വിഷയം തന്നെ തുടരാം. हाँ भाइयों, हम लोग इस विषय में और आगे बढ़ेंगे. ഒരു വാക്യം യാക്കോബിന്റെ ലേഖനം 4 അധ്യായം याकूब का पुस्तक अध्याय 4 അതിന്റെ 5 വാക്യം. उसका 5 पढ़ेंगे. തിരുവെഴുത്ത് എന്നുള്ള ഭാഗം അവിടെ സ്പർശിച്ചുള്ളതുകൊണ്ട് तो വെറുതെ സംസാരിക്കുന്നു എന്ന് തോന്നുന്നുവോ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. तो पवित्र शास्त्र के बारे में क्या है, तो वहां पर लिखा है कि पवित्र शास्त्र जो व्यर्थ कहता है क्या, उस विषय में है हम लोग देखने जा रहे हैं. തിരുവെഴുത്ത് എങ്ങനെ മലയാള ഭാഷയിൽ കിട്ടി എന്നതിനെ കുറിച്ചാണ് കർത്താവിന്റെ ദാസൻ സംസാരിച്ചത്. पवित्र शास्त्र किस रीति से मलयालम बाइबल में आया करके उसका छोटा सा बैकग्राउंड प्रभु का दास ने दिया. അദൃശ്യമായ തിരുവെഴുത്തിന്റെ അല്ലെങ്കിൽ അദൃശ്യമായ വചനത്തിന്റെ എഴുതപ്പെട്ട ദൃശ്യമായ ആ രൂപമാണ് തിരുവെഴുത്ത് എന്നുള്ളത് കൊണ്ട് അർത്ഥമാകുന്നത്. तो पवित्र शास्त्र करके बोलते समय में हम समझ रहे हैं कि जो अदृश्य परमेश्वर, जो अदृश्य वचन है, उस अदृश्य वचन जो प्रभु यीशु मसीह किस रीति से लिखा हुआ अक्षर में आया हुआ वचन है, उसी को कहते हैं पवित्र शास्त्र. എന്ന് പറഞ്ഞാൽ അദൃശ്യനായ ക്രിസ്തുവിന്റെ ദൃശ്യരൂപമാണ് തിരുവെഴുത്ത്, എഴുതപ്പെട്ട തിരുവെഴുത്ത്. मतलब अदृश्य यीशु मसीह को जो दृश्य रूप से जो हम देखते हैं, वो है लिखा हुआ वचन के द्वारा हम समझते हैं. നമ്മളിപ്പോൾ കൊലോസ് ലേഖനം 1:15 വായിച്ചത് പോലെ അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപമാണ് കർത്താവായ യേശു ക്രിസ്തു വചനമായ 33 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചത്. जैसा हमने कोलोसे का पुस्तक 1:15 में वहां पर पढ़ते समय में वो अदृश्य परमेश्वर का प्रतिरूप है करके बोलते समय में यीशु मसीह कौन था? जो पिता परमेश्वर जो अदृश्य है, जिसको किसी ने भी देखा नहीं है, उस परमेश्वर का देखने वाला प्रतिरूप बनकर मनुष्य रूप धारण करके आकर प्रकट करके हुआ, जो पिता परमेश्वर का स्वभाव को प्रकट करता है, वो रूप लेकर, इसीलिए आया यीशु मसीह रूप लेकर आया. അപ്പോൾ എഴുതപ്പെട്ട തിരുവചനത്തിലൂടെ നമ്മള് ഹൃദയം ഓടുമ്പോൾ നമുക്ക് ക്രിസ്തുവിന്റെ ജീവൻ ആ വചനത്തിലൂടെ നമുക്ക് വെളിപ്പെടുകയാണ്. इसीलिए लिखा हुआ पवित्र शास्त्र को, जो प्रभु का वचन है, जब लिखा जाता है वो पवित्र शास्त्र कहा जाता है. उस लिखा हुआ पवित्र शास्त्र को जब हम पढ़ते समय में प्रभु का जीवन को हम लोग अनुभव करते हैं. അപ്പോൾ നമുക്കറിയാം, നമുക്ക് ഒരു ഗോതമ്പോ അല്ലെങ്കിൽ ഒരു നെല്ലിന്റെയോ ഒരു വിത്ത്, ഒരു സീഡ് നമുക്ക് കാണുന്നുണ്ട്. हम जानते हैं कि गेहूं का जब हम एक बीज को लेते समय में, किसी का भी बीज जब हम लेते हैं, ആ ഗോതമ്പിന്റെയോ നെല്ലിന്റെയോ ഒരു ബാഹ്യരൂപമുണ്ട്, അതിനൊരു ഔട്ടർ ഷെല്ലുണ്ട്. ഔട്ടർ ഷെല്ലിലല്ല ജീവൻ ഇരിക്കുന്നത്, ജീവൻ അതിന്റെ അകത്താണ്. ജീവൻ ദൃശ്യമല്ല, പക്ഷെ വിത്ത് നമുക്ക് കാണാൻ കഴിയും. तो बीज जब हम बोलते समय में हम देखते, कोई भी बीज लेते समय में बीज का जो उसको बाहर से उसको एक ढका हुआ कवरिंग जैसा रहता है, परंतु जीवन कहाँ पर रहता है? अंदर रहता है. लेकिन वो संपूर्ण जो दिखने वाला चीज को देखकर हम लोग, जो बाहरी कवरिंग को देखकर हम बोलते हैं कि ये बीज है करके, क्योंकि बट अंदर क्या है वो अदृश्य है, वो हम लोग नहीं देखते, बाहर की बात को हम देखते हैं. നമ്മുടെ ഭൗമിക ജ്ഞാനം കൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ ഒരു ഗോതമ്പിന്റെ മണി ഇങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് പറയാമെങ്കിലും ദൈവാത്മാവിന്റെ സഹായത്താൽ മാത്രമേ അകത്തുള്ള ജീവനുമായി നമ്മുടെ ജീവൻ ബന്ധപ്പെടുകയുള്ളൂ. तो स्वाभाविक जीवन से, जो साधारण जीवन है, स्वाभाविक जीवन है, उस जीवन से हम लोग वो गेहूं का बीज को उठाकर हम देखकर बोलते हैं अरे ये बीज तो गेहूं का है. वो बाहरी रूप देखकर, सामान्य ज्ञान से हम लोग उसको परखते हैं, पहचान कर बाहरी रीति से बोलते हैं कि हम लोग पहचान कर बोलते हैं कि ये गेहूं का बीज है. लेकिन उसका अंदरूनी भाग को समझना है तो हम लोग को उसके लिए परमेश्वर का जो हमें आत्मा का मदद चाहिए, हमें सही रीति से अंदरूनी बात क्या है समझने के लिए. അപ്പൊ നമ്മുടെ ആത്മാവിനാണ് ഈ തിരുവെഴുത്തിൻ്റെതായ ആന്തരിക ജീവാംശം അനുഗ്രഹമായി തീരുന്നത്. तो आत्मा के मदद से ही है लिखा हुआ पवित्र शास्त्र में अंदर छुपा हुआ जीवन का बात को समझने के लिए मदद करता है. എന്നാൽ നമ്മുടെ ജഡത്തിന് അതിന്റെ ബാഹ്യരൂപത്തെ കുറിച്ച് ചിത്രീകരിക്കാനും പറയാനൊക്കെ കഴിയും. परंतु हमारे शारीरिक स्वभाव को क्या होता है, उस ज्ञान में, शारीरिक ज्ञान में हम क्या कर सकते हैं? वचन का बाहरी बात को जो दिखता है उस बात को देखकर थोड़ा वर्णन हम कर सकते हैं. ഉദാഹരണമായിട്ട് നമ്മള് ഗലാത്യ ലേഖനം 4 അധ്യായം, गलतियों का पुस्तक अध्याय 4 में ഇതിന്റെ ബാഹ്യരൂപവും ദൃശ്യരൂപവും വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അബ്രഹാമിന് 2 മക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളത്.
तो वहां पर बाहर का रूप और अंदर का रूप के विषय में समझाने के लिए पौलुस वहां पर एक बात बताता है कि अब्राहम के पास 2 बेटे थे. അവിടെ നമ്മൾ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 29-ാം വാക്യം വായിക്കുമ്പോൾ उसका 4 का 29 जब हम पढ़ते हैं, അന്ന് ജഡപ്രകാരം ജനിച്ചവൻ ആത്മപ്രകാരം ജനിച്ചവനെ ഉപദ്രവിച്ചതുപോലെ ഇന്നും കാണുന്നു. എന്നിട്ട് പറയുകയാണ് തിരുവെഴുത്ത് എന്ത് പറയുന്നു. അപ്പം നമുക്കൊരു ബാഹ്യരൂപമുണ്ട്, ഒരു 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 അദൃശ്യ രൂപമുണ്ട്. तो वहां पर देखो, आज जैसे उस समय में शरीर के अनुसार जन्मे हुए, आत्मा के अनुसार जन्मे हुए को सताता था, वैसे ही अब भी है. परंतु पवित्र शास्त्र क्या कहता है, तो इसलिए ये है, इस विषय में हम पढ़ते हैं. അപ്പൊ നമുക്ക് ഈ ആന്തരിക മനുഷ്യൻ ജനിക്കുന്നത് തന്നെ തിരുവെഴുത്തിലൂടെയാണ്. തിരുവെഴുത്ത് അല്ലെങ്കിൽ യാക്കോബിന്റെ ലേഖനം വായിക്കുന്നത് പോലെ നാം ദൈവത്തിന്റെ ഇഷ്ടം ഹേതുവായി തിരുവചനത്താൽ നമ്മൾ വീണ്ടും ജനിച്ചു. तो हमारे अंदर एक अंदरूनी मनुष्य है और एक बाहरी मनुष्य है. याकूब का पुस्तक में हम पढ़ते समय में हम देखते हैं कि हमारा अंदरूनी मनुष्य जो है प्रभु का वचन के द्वारा, आत्मा के द्वारा जन्म होता है. അപ്പോൾ ഈ ആന്തരിക മനുഷ്യന് പുറം മനുഷ്യനാകുന്ന മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആ ബാഹ്യ മനുഷ്യൻ അല്ലെങ്കിൽ പുറന്തോട് എപ്പോഴും ഒരു ഉപദ്രവം ചെയ്യുന്നു എന്ന് തിരുവെഴുത്ത് പറയുന്നു. तो इसीलिए हम देखते हैं कि जो अंदरूनी मनुष्य जो जन्म लिया है और उसी के साथ साथ जो बाहरी मनुष्य जन्म लिया, जो माता पिता के रूप से जन्म लिया हुआ बाहरी शरीर, जो बाहरी कवरिंग है, जो ये बाहरी शल, वो क्या करता है, ये बाहरी व्यक्ति हमेशा अंदरूनी मनुष्य को सताता है. इस विषय में पवित्र शास्त्र कहता है. അപ്പൊ ഈ തിരുവെഴുത്ത് എന്ത് പറയുന്നു എന്ന് ഗ്രഹിക്കാൻ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായം ആവശ്യമാണ്. तो इसलिए पवित्र शास्त्र इस विषय में क्या कहता है कि अंदरी मनुष्य को बाहरी मनुष्य हमेशा अंदरी मनुष्य को सताता है करके, ये पवित्र शास्त्र अगर हमको सब में क्या लिखा है समझना है तो पवित्र आत्मा का मदद चाहिए हमें. അവിടെ നമുക്ക് പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്ന സദൂക്യരും പുനരുദ്ധാനം ഉണ്ട് എന്ന് പറയുന്ന പരീശന്മാരും തമ്മിലുള്ള ആർഗ്യുമെന്റ് അവർ വന്നപ്പോൾ സദൂക്യരെ ഒരു ചോദ്യം ഉദ്ദേശിച്ച് നമ്മൾ മർക്കോസ് സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ मरकोस का सुसमाचार 12 अध्याय में वहां पर एक ऐसे झुंड थे जो सदूकी लोग, जो विश्वास नहीं करते कि पुनरुत्थान है और लोग विश्वास करते हैं. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാണ് സദൂക്യര് കർത്താവിന്റെ അടുക്കൽ വന്നത്. तो वो लोग प्रभु के पास आकर बोलते हैं कि देखो सदूकी लोग ऐसा बोल रहे हैं कि पुनरुत्थान नहीं है, इसलिए हे प्रभु आप क्या विषय में कहते हो बोलकर ऐसा सवाल लेकर वो लोग प्रभु के पास आया. അപ്പൊ നിങ്ങൾ തിരുവെഴുത്ത് പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങൾ ഗ്രഹിച്ചാൽ അതിന്റെ പുറംവശം മാത്രമാണ് ഗ്രഹിച്ചത്. അതുകൊണ്ട് നിങ്ങളുടെ ആ ധാരണ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയത് തെറ്റാണെന്നാണ് കർത്താവ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത്. तो क्योंकि जो शास्त्री लोग जो हमेशा बाहरी रीति से पवित्र शास्त्र को पढ़कर समझकर अपना ज्ञान को वो लोग बटोरने के लिए कोशिश करते थे, इस विषय में प्रभु उनको कहता है कि देखो तुम लोग जो हमेशा बाहरी रीति से ज्ञान प्राप्त कर पवित्र शास्त्र में ऐसा लिखा है वैसा लिखा है बोलकर सिर्फ बाहरी रीति से समझकर तुम अपना ज्ञान बढ़ाने की वजह से प्रभु का सही वचन का सही अर्थ को तुम लोग नहीं समझ पाए हो करके बोलकर प्रभु उनको कहता है. അപ്പം 12-24 നമ്മൾ വായിക്കും. മർക്കോസ് 12-24 उसका 12 का 24 में हम पढ़ते हैं. യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ കൊണ്ടത്ര തെറ്റിപ്പോകുന്നത്. वहां पर यीशु उनसे कहता है कि तुम इस कारण तुम भूल में पड़े हो कि तुम ना पवित्र शास्त्र को जानते हो और ना परमेश्वर की सामर्थ को. അപ്പോൾ അവിടെ ഈ സദൂക്യർ രക്ഷിക്കപ്പെടാത്തവരാണ്. तो ये सदूकी लोग का दशा क्या है, मतलब ये लोग का नया जन्म नहीं हुआ है. അപ്പൊ അവിടെ തിരുവെഴുത്തിൽ മോശ പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവര് ഒരു ബാഹ്യ രൂപത്തിലൂടെ തിരുവെഴുത്തിനെ കാണുകയാണ്. तो वो लोग क्या करते हैं, वो ये सदूकी के झुंड लोग क्या करते हैं, देखा मूसा ने ऐसा लिखा है, मूसा ऐसा बोल रहा है बोलकर बाहरी रीति से, जो बाहरी ऊपर ऊपर से क्या लिखा है उस रीति को समझकर वो लोग अपना ज्ञान को बढ़ाया. ഇവിടെ കർത്താവ് അവരോട് നിങ്ങൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടെന്നല്ല പറയുന്നത്. तो प्रभु ऐसा नहीं बोल रहा है कि तुम लोग शायद गलत हो चुके हो या हो सकता है, ऐसा नहीं कह रहा है. നിങ്ങൾ തെറ്റിപ്പോയി. प्रभु एकदम स्पष्ट रीति से कहते हैं कि इस कारण से तुम भूल में पड़े हो. അപ്പൊ തിരുവെഴുത്ത് തന്നെ നമ്മൾ കൈകാര്യം ചെയ്താൽ തെറ്റിപ്പോകും എന്നുള്ളതിന്റെ ഒരു വാണിംഗും കൂടാണ് കർത്താവ് തരുന്നത്. तो इस रीति से पवित्र शास्त्र को सही रीति से अगर हम लोग नहीं समझेंगे तो एक भूल में हम पढ़ सकते हैं, यानी गलत बात को गलत अर्थ से हम समझ सकते हैं करके, ऐसा हो सकता है, मुमकिन है करके ऐसा प्रभु हमको चेतावनी दे रहा है. അപ്പൊ തിരുവെഴുത്ത് ആന്തരിക മനുഷ്യന്റെ ആഹാരമാണ്. इसलिए प्रभु का जो वचन पवित्र शास्त्र क्या है, अंदरूनी मनुष्य के लिए भोजन है. അപ്പം ഈ തിരുവെഴുത്ത് പറയുകയാണ് ക്രിസ്തു, വചനമാകുന്ന ക്രിസ്തു മനുഷ്യനായി വന്നിട്ട് ക്രൂശിലൂടെ പോയി ആ ഗോതമ്പ് നിലത്ത് വീണ് ചത്ത് ഒരപ്പമായിട്ട് മനുഷ്യൻ ആഹാരം, നമുക്ക് ഭക്ഷണമാകണമെങ്കിൽ അത് ബേക്ക് ചെയ്യണം, അത് ചുടപ്പെടണം, എന്നിട്ട് രുചിയാകണം. അപ്പൊ ആ ഒരു കർത്താവ് ആ നിലയിലുള്ള
കഷ്ടങ്ങളിലൂടെ പോയി പുനരുദ്ധാനം പ്രാപിച്ച് നമുക്കൊരു ബ്രെഡായി തീർന്ന ആ അനുഭവം പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തെ നമുക്ക് മനസ്സിലാക്കി തരുമ്പോൾ നമ്മുടെ ആത്മാവിനത് ജീവനാണ്. അപ്പൊ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വചനത്തിലൂടെ തിരുവെഴുത്തിലൂടെ വെളിപ്പെടുത്താൻ ഹോളി സ്പിരിറ്റ് മാർമികമായി നമ്മൾ വ്യാപരിക്കുന്നുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമെല്ലാം നമ്മൾ പാകം ചെയ്ത് കഴിക്കുക. റോ മെറ്റീരിയൽ നമ്മൾ കഴിച്ചാൽ നമുക്ക് അത് ആഹാരമാകുന്നില്ല, അല്ലെങ്കിൽ അത് പാകം ചെയ്യപ്പെടണം. ഇതുപോലെയാണ് ഈ തിരുവെടുത്ത് പറയുന്നത് മശിഹ എങ്ങനെ, ദൈവത്തിന്റെ വചനം എങ്ങനെ മനുഷ്യൻ അപ്പമായി തീർന്നു. तो इसके लिए पवित्र शास्त्र को हमें समझने के लिए पवित्र आत्मा का मदद हमको चाहिए। तो जब पवित्र शास्त्र जब ये कहता है कि किस रीति से परमेश्वर का इकलौता पुत्र इस जगत पर आया, मनुष्य बनकर आया और हमारे पापों के लिए वो मरा करके और तीसरा दिन जी उठा करके बोलते समय में ये किस अर्थ में, जैसा वो गेहूं का बीज जो अकेला था वो मरकर बहुतों के लिए जीवन देने के लिए वो मरकर और तकलीफ और वेदना में गया ताकि वो रोटी बन सके, हमको भोजन बन सके, वो रोटी बना। तो उस अवस्थे में वो गया, इसके लिए वो हमारे लिए लाभदायक हुआ, उस कष्ट से गया। तो क्रूश एक ऐसा कार्य है जो हमें प्रभु का इस अवस्था को हमें समझाता है कि वो कष्ट से गया ताकि वो हमारे लिए जीवन हो सके। तो भोजन को स्वाभाविक रीति से जब हम भोजन खाते समय में भोजन को हमें पकाकर खाना पड़ता है। कच्चा हम कोई भी भोजन को कच्चा नहीं खाते, हमेशा हम पकाते हैं। उसी रीति से पवित्र शास्त्र को भी उस रीति से हमें समझकर हमारा आत्मिक भोजन बनाकर हमें खाना है। ഈ സദൂക്യരെ പോലെ തന്നെ കർത്താവിന്റെ വചനത്തിൽ തിരുവെഴുത്തിന്റെ ബാഹ്യരൂപം മനസ്സിലാക്കിയ യഹൂദന്മാരോട് കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51-ാം വാക്യം പറഞ്ഞപ്പോൾ അവർക്ക് അത് ഇടർച്ചയായി. അവരത് ബാഹ്യരൂപത്തിൽ പരിശുദ്ധാത്മ സഹായം കൂടാതെ അത് ഗ്രഹിച്ചത് കൊണ്ട് ഇടർച്ചയായി. നമുക്കത് ഒന്ന് വായിക്കാം. यूहन्ना का सुसमाचार उसका 6 का 51 पढ़ते समय में वहां पर कुछ लोगों ने जो जो जिस तरह सदुकी लोग जो सिर्फ बाहरी रीति से ऊपर ऊपर से प्रभु का वचन को सब पढ़ते हैं, सही आत्मिक अर्थ को नहीं समझता, उसी रीति से ऐसे और भी यहूदी लोग थे जो बाहरी रीति से प्रभु का वचन को पढ़कर समझते नहीं थे। उस विषय में प्रभु उनको यूहन्ना 6 का 51 में प्रभु एक बात उनको कहता है। जब वो बात बोलते समय में वो लोग ठोकर खाया। നമുക്കൊന്ന് വായിക്കാം. ഇത് തിന്നുന്നവൻ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്ന അപ്പമാകുന്നു. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവനെല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകുന്നു. प्रभु ने वहां पर कहता है कि जीवन का रोटी जो स्वर्ग से उतरा है वो मैं ही हूँ। यदि कोई इस रोटी में से खाए वो सर्वदा जिएगा, और जो कोई रोटी से जो कोई इस रोटी में और जगत का जीवन को मैं दूंगा और वो मेरा मांस है। അപ്പൊ അതിന്റെ 50-ാം വാക്യത്തിൽ 60-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ 6:60 और उसी 6 का 60 वाक्य 60 में हम पढ़ते समय में അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് ഇത് കഠിനമാക്കുന്നു. കാരണം കർത്താവ് 51-ാം വാക്യം മുതൽ പിന്നീട് 59-ാം വാക്യം വരെയും ഇതേ വിഷയം ആവർത്തിച്ച് പറയുക. ഒരേ കാര്യം തന്നെ 51-ാം വാക്യത്തിൽ പറയുന്ന കാര്യം തന്നെ പിന്നെ 59 വരെയും ആവർത്തിച്ച് പറയുക. എന്നിട്ട് അവർ പറയാണ് അവന്റെ ശിഷ്യന്മാർ പലരും അത് കേട്ടിട്ട് കഠിന വാക്ക് ഇത് അപ്പൊ അവർ ചിന്തിച്ചത് യേശുവിന്റെ ശരീരം എങ്ങനെയാണ് തിന്നാൻ കഴിയുന്നത്, യേശുവിന്റെ രക്തം എങ്ങനെയാണ് കുടിക്കാൻ കഴിയുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? യേശു കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പമാണ്, ജീവന്റെ അതൊരു ഗോതമ്പ് മണിയാണ്. ഗോതമ്പ് മണി ക്രൂശിലൂടെ പോയി തിന്നാൻ തക്കവണ്ണം പാകമായി തീർന്ന ക്രൂശിലെ മരണത്തെ കുറിച്ചാണ് കർത്താവ് പറയുന്നത്. പക്ഷെ അവർക്കത് മനസ്സിലായില്ല. तो जब प्रभु 51 वाक्य से ये बात बोलते समय में कि जीवन का रोटी मैं हूं और वो मेरा मांस है जो मैं तुमको खाने दूंगा करके बोलते समय में वो नीचे पढ़ते तक 58 59 तक यही बात प्रभु बार बार बोल रहा है। तो वाक्य 60 में आते समय में जब प्रभु के चेले लोगों ने सुना तो बहुत लोगों ने क्या हुआ, चेलों में से बहुत लोगों ने ये सुनकर कहा कि ये बात नगावर है, यानी कि वो समझ नहीं सकता और वो लोग समझ नहीं पाए थे। इसे कौन सुन सकता है, बोले ये बात को कौन ग्रहण कर सकता है बोलकर वो लोग आपस में कुड़कुड़ाने लगे और वो लोग ठोकर खाने लगे क्योंकि वो लोग समझ नहीं पा रहे थे। तो परंतु प्रभु वहां पर क्या कहना चाह रहा था कि उनका जो स्वर्ग से आया हुआ वो रोटी किस रीति से आया है, क्यों एक बीज समान आया है और वो क्रूस में जाकर मरकर बहुतों के लिए जीवन उत्पन्न करेगा, उस अर्थ में प्रभु कह रहा था। परंतु चेले लोग सिर्फ प्रभु का शब्द को सुनकर वो लोग सही रीति से पवित्र आत्मा का मदद ना मिलने की वजह से सिर्फ शब्द को सुनकर वो लोग ठोकर खाए। അപ്പൊ തിരുവെഴുത്ത് എന്താണ്? വചനമാകുന്ന ക്രിസ്തു, അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തു മനുഷ്യരൂപത്തിൽ വന്ന് അവനെ മരിക്കുന്നതും പിന്നെ ഉയർത്തെഴുന്നേൽക്കുന്നതുമായ കാര്യങ്ങൾ വിവരിക്കുന്നതാണ് തിരുവെഴുത്ത് എന്ന് പറയുന്നത്.
तो पवित्र शास्त्र मतलब क्या है? अदृश्य परमेश्वर का जो रूप है, जो प्रभु यीशु मसीह जो बनकर आया, उसको समझने के लिए, ग्रहण करने के लिए, हमारे लिए भोजनदायक होकर हमें तृप्त कर सके, वो है हमारा पवित्र शास्त्र। അപ്പൊ അതിനോട് സ്പർശിക്കുമ്പോൾ, ആ തിരുവെഴുത്തിനോട് സ്പർശിക്കുമ്പോൾ ഹോളി സ്പിരിറ്റിന്റെ സഹായമില്ല എങ്കിൽ നമ്മളെത്തി പോകുന്ന പത്രോസ് ഒരു വാണിംഗ് തരുന്നത് നമുക്ക് അതുകൊണ്ടൊന്ന് വായിക്കാം. ഒന്ന് പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം കൂടെ വായിക്കാം. तो इसके लिए अगर उस पवित्र शास्त्र को सही रीति से अगर आत्मा की मदद से अगर हम लोग ग्रहण नहीं कर पाए, तो एक बहुत बड़ा धोखे में गिर सकता है, फंदे में गिर सकता है करके इस विषय में पत्रोस इस विषय में कहता है, दूसरा पत्रोस 2:20 में। അപ്പം അവിടെ വായിക്കുന്ന എങ്ങനെയാണ്? തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായി വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. അപ്പൊ ആദ്യം തന്നെ തിരുവെഴുത്ത് കൈകാര്യം ചെയ്യുന്ന വ്യക്തികൾ, തിരുവെഴുത്തിൽ ഒരുപാട് സത്യങ്ങളുണ്ട്. തിരുവെഴുത്തിലുള്ളത് പ്രവചനങ്ങളുണ്ട്, നിറവേറിയ ഫാക്റ്റുകളുണ്ട്, അതുപോലെ ചില കൽപ്പനകളുണ്ട്, അങ്ങനെ റിയാലിറ്റികളുണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഇതെല്ലാം കൂടെ അടങ്ങിയ ഈ തിരുവെഴുത്ത് ഒരാൾ ഡീൽ ചെയ്യുമ്പോൾ, ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ, സദൂക്യരെ പോലെയോ അല്ലെങ്കിൽ യേശുവിന്റെ കാലത്തുള്ള യഹൂദന്മാരെ പോലെയോ പുറം മനുഷ്യനിൽ നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടും നമ്മുടെ മാനുഷിക ജ്ഞാനം കൊണ്ടും ഈ वचनത്തെ തൊടുമ്പോൾ നമ്മൾ തെറ്റിപ്പോകും. तो इसके लिए वहां पर दूसरा पत्रोस 1 अध्याय वाक्य 20 वहां पर पढ़ते समय में पत्रोस वहां पर एक चेतावनी क्या देता है कि पर पहले ये हम जाने कि पवित्र शास्त्र किसी का भी जो भविष्यवाणियां किसी की भी अपने विचारों के आधार पर पूरी नहीं हुई है। मतलब ये कोई खुद से उत्पन्न कर समझ कर करने वाली बात नहीं है, क्योंकि प्रभु का शास्त्र जो है उसमें बहुत से बातों का अर्थ है। एक भविष्यवाणियां है, और जो एक होने वाली घटनाओं के बारे में है, इतिहास के बारे में है, कुछ सच्चाई फैक्ट्स है, जो घटनाएं जो हो चुका है इतिहास, इस तरह बहुत से बातें सम्मिलित होकर बना हुआ है पवित्र शास्त्र। इस पवित्र शास्त्र को समझने के लिए कोई मनुष्य अपना ज्ञान या मैंने इतना बुद्धि हासिल किया, मैंने डिग्री हासिल किया, ये सब के भरोसे के आधार पर नहीं पवित्र शास्त्र को वो समझ सकता है, उसका विचार का अर्थ को निकाल सकता है। 21-ാം വാക്യത്തിൽ വായിക്കുകയാണ്, ഈ ക്രിസ്തുവിനുള്ള ഈ പ്രവചനം മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മ നിയോഗം എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് മൂവ് ചെയ്തിട്ട് ഉളവായതാണ് ഈ തിരുവെഴുത്ത്. അതുകൊണ്ട് തിരുവെഴുത്ത് വായിക്കുന്ന വ്യക്തിയും ആത്മാവിൽ മൂവ് ചെയ്യണം എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് പത്രോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത്. तो इसलिए पत्रोस इस विषय में स्पष्ट रीति से वो चेतावनी देकर 21 में कहता है कि कोई भी भविष्यवाणियां जो है वो मनुष्य के इच्छा से के अनुसार नहीं है, परंतु जो भक्त लोग थे पवित्र आत्मा के द्वारा उभारे जाकर परमेश्वर की ओर से वो बोलते थे। तो पवित्र आत्मा जो उनको चलाया, उस चलाए के आधार पर था ये भविष्यवाणी और पवित्र शास्त्र हमारे हाथ में आया है। इसलिए ये पवित्र शास्त्र जिसका नींव आधार पवित्र आत्मा के द्वारा हुआ है, इसको जो भी पढ़ता है उसको वही पवित्र आत्मा उसको चलाना है, वही पवित्र आत्मा उसको मदद करना है, तो ही उसने जिस पवित्र आत्मा ने लिखा है वो पढ़ने वाला लोग वो समझ सकता है। അപ്പോൾ അവിടെ നമ്മൾ ആ 2 പത്രോസ് 1:20-ാം വാക്യത്തിൽ സ്ക്രിപ്ചർ ഈസ് ഓഫ് നോട്ട് എനി പ്രൈവറ്റ് ഇന്റർപ്രിട്ടേഷൻ. ആർക്കും അത് ഒരു പ്രൈവറ്റ് ബുദ്ധിയില്ല, അല്ലെങ്കിൽ അവന്റേതായ സ്വയജ്ഞാനത്തിൽ വ്യാഖ്യാനിച്ചാൽ തെറ്റിപ്പോകും. എന്നാൽ ലാസ്റ്റിൽ 21-ാം വാക്യം മൂവ് ബൈ ഹോളി സ്പിരിറ്റ്, ഇത് എഴുതിയത് ആരാണ്? പരിശുദ്ധാത്മാവിനാൽ അവർ മൂവ് ചെയ്തതുപോലെ ഇത് വായിക്കുന്ന വ്യക്തികളിൽ മൂവ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യം വചനം വായിക്കുന്നതിന് മുമ്പ് കർത്താവേ എനിക്ക് നിന്റെ വചനം ഒന്ന് മനസ്സിലാക്കി തരണേ, ഇന്നത്തേക്കുള്ള ആഹാരം തരണേ എന്ന് കർത്താവിനോട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ബുദ്ധിയെ പ്രകാശമാക്കി നമുക്ക് ഹോളി സ്പിരിറ്റിന്റെ സഹായത്തോടുകൂടെ നമുക്ക് വചനം നമുക്ക് ലഭിക്കുമ്പോൾ അത് ജീവനായിട്ട് തീരുകയും നമുക്ക് ആത്മീയ പോഷണമായി ചൈതന്യം പ്രാപിക്കുകയും ചെയ്യും. इसके लिए पवित्र अंग्रेजी बाइबल में जब इस भाग को पढ़ते समय में कि पवित्र शास्त्र कोई किसी का व्यक्तिगत रीति से उत्पन्न करने वाला अर्थ का बात नहीं है। उस रीति से पवित्र शास्त्र को हम कभी भी समझ नहीं सकते, क्योंकि उस रीति में नहीं है। बल्कि पवित्र आत्मा को समझने के लिए क्या हुआ, ये इसको कैसा ये हुआ, पवित्र शास्त्र कैसा आया, वो पवित्र आत्मा के द्वारा वो लोग चलने वाले लोग थे, पवित्र आत्मा ने था जो नियंत्रण किया। उसी रीति से हमारे जीवन में जब ये वचन को जब हम पढ़ते समय में पवित्र शास्त्र को जो पवित्र आत्मा के नियंत्रण से लिखा गया है, उस पवित्र आत्मा की उपस्थिति में आकर सबसे पहला हमें प्रभु को कहना है कि हे प्रभु कि हम इस वचन को हम लोग समझते समय में सही रीति से पवित्र आत्मा का ज्ञान हमको मिले,
ताकि हम लोग इस पवित्र शास्त्रों को हम समझ सके और आपका इच्छा को हम पूरा कर सके। ഇനി തിരുവെഴുത്തു നിന്നുള്ള പ്രയോഗം ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം. 2 തീമോഥെയോസ് 3:16 ദൈവത്തിന്റെ ദാസൻ പറയുകയാണ്, എല്ലാ തിരുവെഴുത്തും. അപ്പൊ ഈ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും ഉള്ള യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള മാർമികമായ ഏത് കാര്യവും അത് ദൃശ്യമായിട്ട് അക്ഷരങ്ങളിൽ, അതായത് വെർണാക്കുലർ ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്നത് എന്തിനാണ്? അത് ദൈവത്തിന്റെ തിരുവെഴുത്ത്, അത് ദൈവവിശ്വാസമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ അല്ലെങ്കിൽ ദൈവമക്കളായിരിക്കുന്നവര് സകല സൽപ്രവൃത്തികൾക്കും വകപറാവ് തികഞ്ഞവരാകേണ്ടത്, അവനെ പെർഫെക്റ്റ് ആക്കേണ്ടതിന്, ഉപദേശത്തിന്, ശാസ്ത്രത്തിന്, ഗുണീകരണത്തിന്, നീതിയുടെ അഭ്യാസത്തിന് അത് വളരെ പ്രോഫിറ്റ് ആണ്. അത് വചനം കൂടാതെ നമുക്ക് ആർക്കും ആത്മീയമായിട്ട് ഒരു പുരോഗതി പ്രാപിക്കാൻ കഴിയത്തില്ല. और इसीलिए पवित्र शास्त्र के विषय में और एक जगह पे हम इस रीति से पढ़ते हैं, जो है 2 तीमोथी उसका 3 अध्याय 15 से जब हम पढ़ते समय में कि वो किस रीति से पवित्र शास्त्र के बारे में बोला गया। और 16 वाक्य में हम कहते हैं कि संपूर्ण पवित्र, जो हर एक पवित्र शास्त्र जो है वो परमेश्वर की प्रेरणा से रचा हुआ है, मतलब वो परमेश्वर का श्वास है। उत्पत्ति से लेकर प्रकाशित वाक्य तक हम पढ़ते समय में पवित्र शास्त्र के बारे में लिखा गया है, जो ईश्वर के प्रेरणा और ईश्वर के सामर्थ्य से आया हुआ है, जो उपदेश के लिए, समझने के लिए, सुधारने के लिए, धर्म की शिक्षा के लिए इस्तेमाल किया है, ताकि परमेश्वर का जन मतलब परमेश्वर के लोग, जो नया जन्म पाए हुए लोग, वो लोग सब विषय में भले काम के लिए वो लोग तत्पर बने रहे। इसके लिए एक विश्वासी जीवन जीने के लिए एक सच्चा विश्वासी भक्त को पवित्र शास्त्र का बहुत जरूरत है, ताकि वो प्रभु का उद्देश्य, जिस उद्देश्य से वो बढ़ोतरी के लिए प्रभु ने उसको चुनकर लाया है, उस बात पर, उस कदम पर वो चल सके। അപ്പം തിരുവെഴുത്തിന്റെ ബാഹ്യരൂപം നമ്മൾ സ്പർശിക്കുമ്പോൾ നമ്മൾ ബുദ്ധിപരമായിട്ടുള്ള ജ്ഞാനം കിട്ടുന്നേ ഉള്ളൂ. നമുക്കത് ജീവപരമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാകാത്തത് കൊണ്ട് അത് നമ്മൾ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. इसलिए पवित्र शास्त्र की उपस्थिति में जब हम लोग आकर पढ़ते समय में अगर हम अपना शारीरिक ज्ञान का अगर हम इस्तेमाल कर रहे हैं पवित्र शास्त्रों को समझने के लिए, तो वो सिर्फ मनुष्य बुद्धि होगा, उसको कोई गहराई से हम लोग सिर्फ ज्ञान हमारा बढ़ेगा, उसका सही अर्थ या जीवन को हम लोग स्पर्श नहीं कर पा रहे, जिसके वजह से हमारा ज्ञान बढ़कर हम केवल फूलेंगे। അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ തെറ്റിപ്പോയി. അതുകൊണ്ടാണ് ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ എത്രയോ സഭകളാണ് ഭിന്നമായിട്ടുള്ള ഉപദേശങ്ങള്, ഭിന്നമായിട്ടുള്ള ആചാരങ്ങള്, ഇതെല്ലാം ഉണ്ടാകാൻ കാര്യം തിരുവെഴുത്തിനെ സ്വന്തമായി വ്യാഖ്യാനിച്ചത് കൊണ്ട് തെറ്റിപ്പോയി അവര്. तो आज जैसा प्रभु ने इस विषय में सदुकी लोगों को कहा कि तुम लोग भूल में हो, तुम लोग ने गलत किया है, क्योंकि वचन को सही अर्थ में ना समझने की वजह से ये सदुकी लोगों, तुमने वचन को गलत अर्थ में लिखा है। आज यही सदुकी के हिसाब से तो आज दुनिया में कितने मसीही लोग हैं जिन्होंने अपना अपना मसीही धर्म और संस्था और संगठन बनाकर अपना, उन्होंने वचन को जैसा अपना खुद का इच्छा के अनुसार अपना मर्जी से समझा है, उसके हिसाब से वो लोग वचन का इस्तेमाल करके लोगों को बहका रहे हैं वो लोग। അതുകൊണ്ട് കർത്താവ് ചോദിക്കുകയാണ്, കർത്താവിന്റെ ദാസൻ ചോദിച്ച ആ പരീക്ഷനോട് ചോദിക്കുകയാണ്, നീ എങ്ങനെ വായിക്കുന്നു? ആത്മാവിൽ വായിക്കുന്നോ അതോ നിന്റെ ജഡപ്രകാരം വായിക്കുന്നോ എന്നുള്ളതാണ് ആ ചോദ്യത്തിന്റെ उतर। इसलिए हम लोग, जैसा हमने शुरुआत में हमने पढ़ा कि यीशु ने जैसा उस प्रमाणी से उस व्यक्ति को पूछ रहा है कि तू वचन को कैसे पढ़ते हो, मतलब जो सवाल पूछते समय में क्या तू अपना शारीरिक ज्ञान से अपना बुद्धि को बढ़ाकर उस अर्थ में समझ रहे हो या आत्मा में समझ रहे हो? हमें हमारा जवाब होना चाहिए कि हम तो ये वचन सिर्फ आत्मा की मदद से ही पढ़ सकते हैं। അദ്ദേഹം അതിനകത്ത് പ്രത്യേകിച്ച് ഒരു വെളിച്ചവും കണ്ടില്ല. അദ്ദേഹം പാരമ്പര്യപരമായിട്ടുള്ള ഒരു അറിവുള്ളത് കൊണ്ട് യഹൂദന്മാരുടെ പാരമ്പര്യപ്രകാരം വചനത്തെ പാരമ്പര്യപ്രകാരം പിന്തുടരുന്നവരെല്ലാം അപകടത്തിലാണ് എന്നുള്ളത് ഈ സഹോദരനിലൂടെ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്. तो वो व्यक्ति जब यीशु के पास आया, अनंत काल का जीवन प्राप्त और प्रभु को फंसाने का कोशिश किया, परंतु वो उसका अवस्था क्या है प्रियो? वो कौन है? वो उसने पवित्र शास्त्र को कोई एक अनोखा या अद्भुत पुस्तक है करके देखा नहीं, उसने एक साधारण पुस्तक है देखा। क्यों? क्योंकि उसका माता पिता और उसका बाप दादा लोग ये पवित्र शास्त्र पढ़ रहे हैं, तो पीढ़ी से पवित्र शास्त्र पढ़ रहे हैं, इसलिए मुझे भी पवित्र शास्त्र पढ़ना पड़ेगा, व्यवस्था की बातों को पढ़ना पड़ेगा बोलकर इस रीति से रिवाज को बात को देखकर वो पढ़ रहा था। इसमें उसका तो पर्सनली कुछ लाभ नहीं हुआ। इसलिए ये व्यक्ति, ये उन लोगों के लिए सबक है जो मसीह कुटुंब में जन्म लिए हुए लोग हैं, क्योंकि प्रभु यहाँ पर चेतावनी देना चाहता है कि जो मसीह कुटुंब में जन्म लिया है और उस रिवाज के अनुसार कुटुंब में जन्म लिया बोलकर इसलिए मसीह हूं, ऐसा बोलने वाले लोगों के लिए बहुत धोखा है, प्रभु यहाँ पर बताना चाहता है। അദ്ദേഹം ചോദിക്കുകയാണ്, ക്രിസ്തു അല്ലാതെ വേറെ മാർഗം വല്ലതും ഉണ്ടോ എന്ന് ക്രിസ്തുവിനോട് ചോദിക്കുക. അതാണ് ജഡപ്രകാരം. നമുക്ക് ജഡത്തിൽ ക്രിസ്തുവിനെ ഇഷ്ടമല്ല.
तो वो जब सवाल पूछते समय में, अनंत काल का जीवन को प्राप्त करने के विषय में जब सवाल पूछते समय में, उसका उद्देश्य क्या है कि मसीह को छोड़कर और कोई तरीका है क्या मैं मसीह अनंत काल का जीवन पा सकूं? ये सवाल स्वयं मसीह को पूछ रहा है, क्योंकि हमारा शारीरिक मनुष्य, जो बाहरी मनुष्य, जो संसार का ज्ञान प्राप्त करना चाहता है, वो मसीह को पसंद नहीं करता। കർത്താവ് നമുക്ക് വീണ്ടും ജനിക്കാൻ അവസരം തന്നപ്പോൾ ഇസാക്ക് ഇസാക്കായി തീരുന്നതല്ല, ഒരു പുതിയ ജന്മത്തിലൂടെ ദൈവത്തിന്റെ പ്രകൃതം മനസ്സിലാക്കാൻ, ആത്മാവിന്റെ സഹായത്തോടുകൂടെ, പരിശുദ്ധാത്മ സഹായത്താൽ വചനം മനസ്സിലാക്കാൻ ഒരു പുതുമനുഷ്യൻ നമുക്കുണ്ട്. ആ മനുഷ്യനിലാണ് ദൈവത്തിന്റെ ആത്മാവ് ക്രിസ്തുവിനെ പകർന്നു തരുന്നത്. ആ വചനത്തിന്റെ ആ ജീവൻ, അത് ജീവനുള്ള വചനം, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി നമ്മുടെ പഴയ മനുഷ്യനെയും പുതിയ മനുഷ്യനെയും വേർതിരിക്കുന്ന വാളുപോലെ ഈ തിരുവെഴുത്ത് നമ്മളിൽ പ്രവർത്തിക്കട്ടെ. കർത്താവിന്റെ ആത്മാവ് നമ്മെ സഹായിക്കുന്നതിനായി പ്രാർത്ഥന. इसके लिए प्रभु का वचन को विषय में जब हमारा जब नया जन्म हुआ, उस नया जन्म होते समय में हम लोग जो एक समय में इस्माइल थे, अचानक इसाक हो गया, ऐसा नहीं समझना प्रियो। इस्माइल जो है वो एक अलग स्वभाव का है। हम इसाक बन गए, मतलब क्या, एक नया सृष्टि बन गया जो इस्माइल के साथ कोई संबंध नहीं करता, वो सिर्फ प्रभु के जीवन के साथ संबंध करने वाला अलग है। इसलिए पवित्र शास्त्र जो परमेश्वर का वचन है, वो एक तेजधारी तलवार के समान जीवन उत्पन्न करने वाला, जो शारीरिक स्वभाव है, जो इस्माइल का स्वभाव है, उसको हटाकर जो आत्मिक स्वभाव है, जो इसाक को प्रतिनिधि करता है, उस बात को दोनों को विभाजन करके, अलग करके, क्या है भेद, क्या है फर्क बताकर, समझाकर देने वाला एक बहुत जरूरी और सबसे महत्वपूर्ण पुस्तक है, जो पवित्र शास्त्र, जो हर एक विश्वासी के लिए प्रयोजन करता है, फायदा होता है, जो इसके लिए हम सब लोग उसका फायदा उठाने के लिए प्रभु की उपस्थिति में चरणों में गिरे और उस वचन पर आश्रय कर निर्भर हम सब करें। उसके लिए सबको सहायता करें। സഹോദരന്മാരെയും പ്രാർത്ഥിച്ചാട്ടെ. भाइयों में से कोई एक जन प्रार्थना कर लेना।